ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്. നമ്മൾ ഇന്ന് ഒരു പുതിയൊരു സിനിമയുടെ റിവ്യൂ, നമ്മുടെ ഒപ്പീനിയൻ ആണ് 2025 ഫസ്റ്റ് റിവ്യൂ അല്ലേ? അതെ, അതെ. ക്യാമറ ഓൺ ആക്കുമ്പോ ചാടി മെയിൻ ആവല്ലേ? കറക്റ്റ് ക്യാമറ കറക്റ്റ് ക്യാമറ വന്നപ്പോ എടാ ഈ ഓവർ സ്റ്റാൻ കാണിച്ച് 2025 ഫസ്റ്റ് മൂവിയല്ല, ഫസ്റ്റ് മലയാളം മൂവിയാണ്. 2025 ആദ്യത്തെ മലയാളം മൂവി ടൊവിനോയുടെ ഐഡന്റിറ്റി. അഖിൽ പോളും അനസ് ഖാനും ഡയറക്ട് ചെയ്ത മൂവിയാണ്. അപ്പൊ ദാസ, നിന്റെ അഭിപ്രായം എന്താണ്? ദാസന്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം, എനിക്കൊരു ത്രില്ലർ ആയിരുന്നു അല്ലേ ഒരു സിനിമ എക്സ്പെക്ട് ചെയ്തത്. ഞാൻ ഒരു ക്ലീൻ ഡീസന്റ് ത്രില്ലർ കാണാനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ആദ്യം ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് വേറെ ഒരുപാട് കഥകളും എല്ലാം കൂടെ അങ്ങ് അവിയല് പരിവായി പോയി. അല്ല, ഇത് ഫസ്റ്റ് ഹാഫ് ത്രില്ലറും സെക്കൻഡ് ഹാഫ് ആക്ഷൻ പടവും അല്ലേ? അങ്ങനത്തെ ഇത് സ്റ്റൈലിഷ് ആണ്, പക്ഷെ കുറെ എന്തൊക്കെയോ ഐഡിയാസ് ഒക്കെ കൂട്ടിച്ചേർത്ത് ക്ലസ്റ്റർ ആക്കിയതുപോലെ തോന്നി. ഒരുപാട് സബ്പ്ലോട്ടും ഭയങ്കര രീതിയിൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി. എനിക്ക് സത്യം പറഞ്ഞ ആക്ഷൻ സീക്വൻസ് എല്ലാം ഇഷ്ടപ്പെട്ട്. പ്രത്യേകിച്ച് സ്പോയിലറാണ്, എനിക്ക് ആ ഇതൊക്കെ ചേസ്, ലാസ്റ്റുള്ള ക്ലൈമാക്സിലെ ഫൈറ്റ് സീൻ, അത് ഫ്ലൈറ്റിന്റെ അകത്തുള്ള സീക്വൻസ്, ഫൈറ്റ് സീക്വൻസ്, അത് സൂപ്പർ. അത് മേക്കിംഗ് ഒക്കെ നല്ല രസമുണ്ട്. അല്ല, ടെക്നിക്കലി അടിപൊളിയായിട്ടുണ്ട്. ക്യാമറയും എഡിറ്റിങ്ങും മ്യൂസിക്കൊക്കെ നല്ല രസമുണ്ട്. ലാസ്റ്റത്തെ ആ ഫ്ലൈറ്റിന്റെ സീനൊക്കെ ഒരു ഹോളിവുഡ് നല്ല ഹോളിവുഡ് ലെവലിലാണ് എടുത്തേക്കണം. അത് പക്ഷെ കാണേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അതെനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. ആ ഫ്ലൈറ്റിന്റെ അകത്തുള്ള എല്ലാം നല്ല രസമുണ്ട്, നല്ല മേക്കിങ്. പിന്നെ ഒരു കേസ് വെച്ചാൽ എനിക്ക് ഫ്ലൈറ്റിന്റെ അകത്തുള്ള കുറെ സാധനം നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവർ പറഞ്ഞ് കുറച്ചൊക്കെ പിടികിട്ടിയത് അല്ലെ, ആ ഒരു പോസ്റ്റും ഇതൊക്കെ നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ ഹോളിവുഡ് ലെവലിൽ എടുത്തിട്ടുണ്ട് മേക്കിംഗ്. ആ കാർ ചേസ് നമ്മുടെ ഇതിലെ പോലെയൊക്കെ ഉണ്ട്. മാർവലിൽ മറ്റേ ക്യാപ്റ്റൻ ബക്കി, മറ്റേ വിന്റർ സോൾജിയറിലെ ആ ഒരു ക്യാമറ ഷോട്ടൊക്കെ അതുപോലെ ഉണ്ട്. നല്ല രസമുണ്ട്, നല്ല മേക്കിംഗ് ഉണ്ട്. അത് നല്ല മേക്കിംഗ്. അല്ല, ഈ സിനിമ എനിക്ക് തോന്നിയത് തന്നെ ആക്ഷനും അതേപോലെ കാർ ചേസ് സീക്വൻസും ആണ് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയെല്ലാം എന്തോ ഒരു ആ സെറ്റ് തന്നെ നമ്മൾ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പോലെ നമുക്ക് തോന്നും. ഇതിന് വേണ്ടി സെറ്റ് ചെയ്ത് അങ്ങനെയാണ് സിനിമയില്. പക്ഷെ എന്തോ നമുക്ക് ഒരു നാച്ചുറാലിറ്റി, അല്ലെങ്കിൽ നമുക്ക് ആ നമ്മളൊരു സിനിമ കണ്ടിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലണ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊന്നും തോന്നിയില്ല. അത് എന്ന് വെച്ചാൽ ഓർഗാനിക്കലി ഒരു ഓർഗാനിക്കും ഇല്ല. ഒരു എന്തോ ഒരു ഹോളിവുഡ് സാധനം ഒരു വേറൊരു സാധനം മലയാളത്തിൽ എടുത്ത് വെച്ച പോലെ ഉണ്ട്, ഇറക്കിയ പോലെ ഉണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് മലയാളികളല്ല, അതുകൊണ്ട് വേറെ ഡബിങ് കാര്യങ്ങള് അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. പിന്നെ അത് ഹോളിവുഡ് ലെവൽ എന്ന് പറയാൻ, ഇതില് ഉറപ്പിച്ചു പറയാന്നുള്ളത് ഹോളിവുഡ് ലെവലാണ് എല്ലാ കാര്യങ്ങളും. സൂപ്പർമാൻ ഇത് ഹെൻറി കാവിലിനെ പോലെ അജു വർഗീസ് മീശയൊക്കെ നല്ലോണം അല്ലേ, മീശയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സീനിലൊക്കെ മീശ നല്ലോണം എന്തോന്ന് മാസ്ക് ചെയ്യും അല്ലേ. അജു വർഗീസ് എനിക്ക് ഇച്ചിരി ഏജ് ആയിട്ടുള്ള ഒരു ഇത് പെട്ടെന്നൊരു അല്ലേ. അല്ല, എനിക്ക് അതില് മറ്റേ ഞാൻ വിചാരിച്ച് 2-3 സീനിൽ മാത്രമേ കാണുള്ളൂ, കുറെ സീനിലുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ആ സീന് ഒരു സിനിമയെ വെച്ച് നോക്കുമ്പോ അതൊന്നും എന്തിനാണ് വിമർശിക്കണം, അത് എന്തിനാണെന്ന് ആൾക്കാർ ചോദിക്കും. പക്ഷേ ഇത് എത്ര നേരം ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതെന്തോന്ന് ചിരി വരും. പെട്ടെന്ന് ഒരു സീനിൽ നല്ല ക്ലീൻ ഷേവ്, മറ്റേ സീനിൽ ഭയങ്കരമായിട്ട് മീശ മാസ്ക് ചെയ്ത് വെച്ചേക്കണം, ഭയങ്കര അരോചകമായിട്ട് തോന്നും. എനിക്ക് റീടേക്ക് എന്തായാലും അങ്ങനത്തെ ഒരു സാധനം. പിന്നെ നല്ല പൈസ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അല്ല, ടൊവിനോ നല്ല വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഫൈറ്റിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു രസമുണ്ട്. നല്ല പൈസ ചെലവാക്കിയാണ് ആ സെറ്റും ഫ്ലൈറ്റും ഇതൊക്കെ എടുക്കണത്. നല്ല ഒരു CGI ഒക്കെ ഉണ്ടെങ്കിൽ CGI ആണ് ഉണ്ടാകുന്ന എനിക്കറിയാം. പക്ഷെ രസമുണ്ടല്ലേ ഫ്ലൈറ്റിന്റെ CGI നല്ല ക്ലീൻ നല്ല രസമുണ്ട്. അതൊക്കെ എന്തോ എനിക്ക് അങ്ങനെ ഒരു അധികം ടു ഗുഡ് എന്നും പറയാൻ പറ്റൂല, ടു ബാഡ് എന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ്. നിനക്ക് എങ്ങനെ തോന്നി സിനിമ? എനിക്ക് ഓവറോള് എന്താ പറയാ, ഇച്ചിരി പോരായ്മകളുണ്ടാ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് ഓവറോൾ സാറ്റിസ്ഫൈ ആയോ? ഓവറോൾ അങ്ങനെ സാറ്റിസ്ഫൈ ആയില്ല. എന്നാൽ അത് മോശമാണെന്ന് പറയാനും പറ്റൂല അങ്ങനത്തെ രീതിയിൽ. കാരണം മേക്കിംഗ് അതെനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള ഫൈറ്റ് സീക്വൻസ് അതെല്ലാം നൈസ് ആയിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ആക്ഷൻ നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ കാർ ചേസിങ് അത് നല്ല ഇഷ്ടപ്പെട്ടു.
അതെനിക്ക് ഹോളിവുഡ് ലെവൽ തോന്നി. കാരണം നമ്മുടെ വിന്റർ സോൾജർ അതുപോലെയൊക്കെ തോന്നി, അതിലൊരു ബക്കി അവരെ കാർ ചേസ് പോലെ തോന്നി, ഒരു നല്ല ഷോട്ടുകൾ. പിന്നെ ചിലയിടത്ത് ക്ലീഷ ഉണ്ടടാ, കുറച്ചതുണ്ട്. പിന്നെ എന്താണ് ലോജിക്കലി ചിലത് വെച്ചാൽ ഈ ഫ്ലൈറ്റിനല്ല, അതിന് ഇടയ്ക്കൊക്കെ നിനക്ക് മനസ്സിലായി ചില പോയിന്റിൽ, ഒരു പോയിന്റിൽ എനിക്ക് തന്നെ തോന്നി ഇതെന്ത് ഇങ്ങനെ വലിയ ടൈം എടുത്തില്ലല്ലോ, അങ്ങനെ തോന്നി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഓവറോൾ കുഴപ്പമില്ല എന്നുള്ളത്. എനിക്ക് തീരെ അങ്ങനെ മോശമായിട്ടോ തോന്നിയില്ല. കാരണം മേക്കിങ്ങിനെ സമ്മതിച്ചു കൊടുക്കണം, നല്ല മേക്കിംഗ് ആയിട്ട് തോന്നി. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇത് ഓവറോൾ സാറ്റിസ്ഫൈഡ് ആയില്ല. കാര്യം ഇതൊരു ഈ ഇത്രയും ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും. സ്റ്റൈലിഷ് ആണ്, പക്ഷെ എന്നാലും അതിലൊരു നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല. നമുക്കിതൊരു നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് എനിക്കങ്ങനെ അധികം അങ്ങനെ കിട്ടിയില്ല. ഞാൻ പറഞ്ഞ പോലെ ആക്ഷനും പിന്നെ ആ ഒരു കാർ ചേസിങ് സീനുമാണ് ഭയങ്കര നമുക്ക് ഇമ്പാക്റ്റ് ആയിട്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം ഈ കഥ പ്ലോട്ട് രീതിയിൽ പോകുന്നതാണെങ്കിൽ ഓവർ സയൻറ്റിഫിക് അല്ല, സയൻറ്റിഫിക് കുറേ എക്സ്പ്ലനേഷനും ഉണ്ട്. സയൻസാണ് കൂടുതൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയതെന്ന് പോലെ തോന്നി. പിന്നെ ടൊവിനോ കൊള്ളായിരുന്നു, നല്ല ആക്ഷനായിരുന്നു. ആക്ഷൻ എനിക്ക് നല്ല റിഫ്ലക്ഷൻ ആണ്, അതൊക്കെ നല്ല രസമാണ്. പിന്നെ അങ്ങനെ എനിക്ക് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുള്ളത് പോലെ തോന്നി സിനിമ. ഓവറോൾ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയില്ല. ഫസ്റ്റ് ഹാഫ് ഇത് പറയുന്ന പോലെ നല്ല പേസിന് പോവുകയും സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിട്ടും തോന്നി. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഫസ്റ്റ് ഹാഫ് എനിക്ക് എൻഗേജിങ് ആയിരുന്നു. എനിക്ക് എന്താണ് അടുത്തതാവുമെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ഡീസൻറ്റ് ത്രില്ലർ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ കുറേ പ്ലോട്ടും കാര്യങ്ങളും, ഒരു തമിഴ് സിനിമയുടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ എലമെന്റ് കുറേ ആഡ് ചെയ്തിട്ട് അത് ഒരുപാട് ഹോളിവുഡ് സിനിമകൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്ത പോലെ തോന്നി. നമുക്ക് എവിടെ കണ്ടിട്ടുള്ള പോലെ കാര്യങ്ങളൊക്കെ തോന്നി. പ്രത്യേകിച്ച് ഫ്ലൈറ്റിലെ സീനും അതിന്റെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ അങ്ങനെ തോന്നി. എനിക്ക് അത്ര സാറ്റിസ്ഫൈ ആയില്ല സിനിമ. അപ്പോൾ നമുക്ക് ഓവറോൾ ഒരു ഇത് ആവറേജ് അല്ലേ, ഭയങ്കര മികച്ചാണെന്നും പറയാൻ പറ്റില്ല, ഭയങ്കര മോശമാണെന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിനിമ. പക്ഷേ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞത്. എന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി കൂടെ ആവറേജിനെ കാട്ടി അല്പം കൂടെ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ആക്ഷൻ സീക്വൻസ് ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നെ ആ മേക്കിംഗ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. നല്ല ആ മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ മേക്കിംഗ് അത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളും പോയി കണ്ടു നോക്കി. ഇത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അല്ല റിവ്യൂ അല്ല, പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ നമ്മളെ ഒപ്പീനിയനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വിയോജിപ്പോ അത് വെച്ച് ജഡ്ജ് ചെയ്യല്ലേ. നിങ്ങൾ കണ്ട് നിങ്ങളുടേതായിട്ടുള്ള, കാരണം എനിക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നമുക്കധികം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ചിലപ്പോൾ ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ പറയുക, കമന്റിൽ രേഖപ്പെടുത്തുക അല്ലേടാ. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു സിനിമയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.